മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മാനന്തവാടിയിലെ ആശുപത്രിയെ വീർപ്പുമുട്ടിക്കുകയാണ്. സായാഹ്ന OP നിർത്തലാക്കിയതോടെ ഏറെ ബുദ്ധിമുട്ടിലാണ് ആദിവാസി വിഭാഗത്തിലടക്കം ഉൾപ്പെട്ട രോഗികൾ. ഡോക്ടർമാരുടെ കുറവ് മുതൽ സ്കാനിംഗ് മെഷീന്റെ അഭാവം വരെ മെഡിക്കൽ കോളേജിൽ ചികിത്സയെ ബാധിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇതുണ്ടോ ചീട്ടെടുത്ത് കാണിച്ചു നോക്കുമ്പോൾ അവിടെ കാണിക്കാൻ പറ്റില്ല. ഇത് അന്ന് ഞാൻ കെട്ടിയിട്ട് ഇവരെനിക്കന്ന് അവിടെ നിന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടി എഴുതി, ഇടത്തെ കൈ എഴുതിയ വലത്തെ കൈ പൊട്ടിയിട്ട് അവിടെ പോയിട്ട് എക്സ്റേ എടുക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു ഈ കൈ അല്ല ഈ കൈ ആണെന്ന്. ഇപ്പോൾ കെട്ടി വന്നിട്ട് ഇപ്പോൾ രാവിലെ തൊട്ട് നിന്നിട്ട് ഇതാണോ ചീട്ടിലൊന്നും എഴുതിയിട്ടില്ല. കാണിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ പറയാ ഇനി എല്ലിന് ഡോക്ടറെ കാണിക്കണം. എല്ലിന് ഡോക്ടർ ഇവിടെ ഇല്ല. ടോക്കൺ നമ്പർ 12 കാണിക്കാൻ പറഞ്ഞു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഡോക്ടർ ഇല്ല. ഇത് ഞാൻ എന്തേക്ക് 11 ജനറലിൽ പോയി കാണിച്ചു നോക്കുമ്പോൾ അവിടെ ഇല്ല. അവിടെ പറയുകയാണ് നിങ്ങൾ എന്തായിക്കോ എല്ലിന് ഡോക്ടർ വരുമ്പോൾ കാണിച്ചോ. വെറുതെ ഒരു ആവശ്യമില്ല, വെറുതെ തുറന്നേക്കാം. മെഡിക്കൽ കോളേജ് വെറുതെ തുറന്നിട്ടേക്കാം. ഈ യുവാവിന്റെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടും മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. നിലവിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം സായാഹ്ന OP പ്രവർത്തിക്കുന്നില്ല. എൻ്റെ അമ്മേൻ്റെ കാലൊടിഞ്ഞിട്ട് വന്നതാ. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇനിയിപ്പം ചൊവ്വാഴ്ചയെ ഡോക്ടറുള്ളൂ, തിരിച്ചു പോകണം. ഇപ്പം ശ്വാസകോശത്തിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നതാ. ഇതുവരെ ലീവായിരുന്നവർ, ഇന്നാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഇപ്പം രാവിലെ 10:30 വന്നിട്ട് ഇന്ന് OP നിന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് കാണിക്കാൻ പറ്റിയത്. 2 ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആരുമില്ല. ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരടക്കം ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് നിലവിൽ റഫറൽ മെഡിക്കൽ കോളേജ് മാത്രമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പുറത്തെ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് തുടരുകയാണ്. ഭാഗ്യം കൊണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ, ക്രിട്ടിക്കലായിട്ടുള്ള ആക്സിഡന്റ് കേസോ മറ്റ് ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവമായി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ, അവർക്ക് ഭാഗ്യവും ആയുസിന്റെ ദൈർഘ്യവും ഉണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വൈകിട്ട് 2 മുതൽ 7:30 വരെ പ്രവർത്തിക്കേണ്ട സായാഹ്ന OP അനിവാര്യതയെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ എന്നു മാറുമെന്ന ചോദ്യമാണ് ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നവർ ഉയർത്തുന്നതും. 24 വയനാട്.